ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ നമ്മൾ വീണ്ടും ICD-10 കുറച്ച് ഡിസ്കഷൻസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ആക്ച്വലി നമ്മളൊരു വലിയൊരു ചാപ്റ്റർ ഒന്നും ചെയ്യുന്നില്ല. ഇന്ന് നമ്മൾ കോമൺലി എൻകൗണ്ടർ ചെയ്യുന്ന ഒരു ഡയഗ്നോസിസ് ആണ് പെയിൻ അല്ലെങ്കിൽ ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. ഈ ബാക്ക് പെയിൻ തന്നെ വരുമ്പം പല റീസൺസ് കൊണ്ട് ബാക്ക് പെയിൻ വരാറുണ്ട്. അതുപോലെ തന്നെ പല ടൈപ്പ് ഓഫ് ബാക്ക് പെയിൻ നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പർ ബാക്ക് പെയിൻ അല്ലെങ്കിൽ ലോവർ ബാക്ക് പെയിൻ, ഇങ്ങനെ പല ടൈപ്പിൽ നമുക്ക് ബാക്ക് പെയിൻ വരാറുണ്ട്. സോ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കോഡ് ചെയ്യുന്നത്? യൂഷ്വലി നമുക്ക് M54 എന്ന് പറഞ്ഞ ഒരു ഫാമിലി ഓഫ് കോഡ്സ് ഉണ്ട്. അബൌട്ട് 9 കോഡ്സ് നമുക്ക് അതിനകത്തുണ്ട്. നമ്മൾ സാധാരണയായിട്ട് ഏത് ടൈപ്പ് ഓഫ് ബാക്ക് പെയിൻ ആണെന്ന് നോക്കിയിട്ട് ആ ഒരു അല്ലെങ്കിൽ ഏത് റീജിയനിലെ ബാക്ക് പെയിൻ ആണ്, ഇപ്പം സെർവൈക്കൽ ഏരിയ ആണോ അല്ലെന്നുണ്ടെങ്കിൽ ലംബാർ ആണോ, ഏത് ഏരിയയിലാണോ നമുക്ക് ബാക്ക് പെയിൻ ഉള്ളത്, ആ ഒരു ഇത് അനുസരിച്ച് നമ്മൾ ലോവർ ബാക്ക് പെയിൻ, ഡോർസാൽജിയ ഇങ്ങനെയുള്ള കോഡ്സൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മുടെ സ്പെസിഫിക് റീജിയൻ അനുസരിച്ച് നമ്മൾ കൊടുക്കാറുണ്ട്. അത് ആ M54 ഫാമിലിയിലാണ്. യൂഷ്വലി നമ്മൾ ഇൻഷുറൻസ് പ്രൊഫഷണൽസ് എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ പെട്ടെന്ന് ബാക്ക് പെയിൻ എന്ന് കാണുമ്പോൾ തന്നെ M54 ഫാമിലിയിലുള്ള ഏതെങ്കിലും ഒരു കോഡ് ഇടുക, ആ ക്ലെയിം പ്രോസസ്സ് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ സിറ്റുവേഷൻസ് ബേസ് ചെയ്തിട്ട് നമ്മുടെ കോഡ്സും ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. സോ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ, എങ്ങനെയാണ് നമ്മൾ ബാക്ക് പെയിൻ്റെ ഡയഗ്നോസിസ് കോഡ് ചെയ്യുന്നത് എന്നുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇപ്പം നമ്മളിപ്പം ഡിഫറെൻറ്റ് സ്ലൈഡ്സ് ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് ബാക്ക് പെയിൻ്റെ ഡയഗ്നോസിസ് റിസോൾവ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇപ്പോൾ കോഡർക്കായാലും അതുപോലെ തന്നെ ഇതിൻ്റെ ഫിസിക്കൽ ആസ്പെക്ട് സഫർ ചെയ്യുന്ന മെമ്പറിനായാലും അല്ലെങ്കിൽ പേഷ്യൻറ്റിനായാലും ബാക്ക് പെയിൻ എന്ന് പറയുന്നത് ഒരു സീരിയസ് ഇഷ്യൂ തന്നെയാണ്. യൂഷ്വലി നമ്മൾ ഇൻഷുറൻസ് പ്രൊഫഷണൽസ് ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ്, നമ്മൾ ബാക്ക് പെയിൻ എന്ന് പറയുമ്പോൾ തന്നെ M54 ഫാമിലിയിലുള്ള ഏതെങ്കിലും ഒരു കോഡ് അസൈൻ ചെയ്യും. അത് അസൈൻ ചെയ്തിട്ട് നമ്മൾ ക്ലെയിം പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ ചില സിനാരിയോസിൽ നമ്മൾ M54 ഫാമിലിയിൽ നിന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു റോങ് കോഡിംഗ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊക്കെ സിറ്റുവേഷനിൽ നമുക്ക് M54 യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഏതൊക്കെ സിറ്റുവേഷനിൽ അതർ ദാൻ M54 കോഡ്സ് നമുക്ക് യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഞാനൊരു 2-3 സിനാരിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. സോ ആ ഒരു ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും M54 കോഡ്സ്. നമുക്കിവിടെ 9 കോഡ്സ് ആണുള്ളത്. 54.0 എന്ന് പറയുന്നത് ആ ഒരു ഫാമിലിയുടെ നെയിമാണ്, പാനിക്കുലൈറ്റിസ് എഫക്റ്റിംഗ് റീജൻസ് ഓഫ് നെക്ക് ആൻഡ് ബാക്ക്. അതിനകത്ത് തന്നെ പല റീജൻസ് ബേസ് ചെയ്തിട്ട് നമുക്ക് കോഡ്സ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേസമയം M54.8 and 9 എന്ന് പറയുന്നത് നമ്മൾ കീനായിട്ടും നോക്കേണ്ട കാര്യമാണ്. ആ കോഡ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മുന്നേ തന്നെ ഒരു വീഡിയോ ചെയ്തായിരുന്നു കോഡിംഗ് ടേംസിനെ കുറിച്ച്. അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് അതർ അല്ലെന്നുണ്ടെങ്കിൽ അൺസ്പെസിഫൈഡ് എന്നൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ എന്താണ് ഡിഫറൻസ് എന്നുള്ളത്. അതർ ഡോർസാൽജിയ എന്ന് പറയുമ്പോഴത്തേനും ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഡോർസാൽജിയ നോട്ട് മെൻഷൻഡ് ഇൻ ദ കോഡിംഗ് ഗൈഡ് ലൈൻസ്. ഓക്കെ, ആ കോഡിംഗ് സെറ്റ്സിനകത്ത് നമുക്ക് സ്പെസിഫിക്കലി അത് മെൻഷൻ ചെയ്തിട്ടില്ലാത്ത ടൈപ്പ് ഓഫ് ഡോർസാൽജി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ M54.8 എന്ന് യൂസ് ചെയ്യും. അതേസമയം ഡോക്ടർ സ്പെസിഫിക്കലി ഏത് ഡോർസാൽജിയാന്ന് പറഞ്ഞിട്ടില്ല, ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ M54.9 യൂസ് ചെയ്യും. ഡോർസാൽജിയ അൺസ്പെസിഫൈഡ്, ഡോക്ടർ ഹാസ് നോട്ട് സ്പെസിഫൈഡ് വിച്ച് ടൈപ്പ് ഓഫ് ഡോർസാൽജി ഇറ്റ് ഇസ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ M54 ഫാമിലി ഓഫ് കോഡ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ സിനാരിയോയിലാണ് നമ്മൾ M54 കോഡ്സ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ സിനാരിയോസിൽ നമ്മൾ അത് മാറ്റിയിടാറുണ്ട് എന്നാണ് നോക്കുന്നത്. നമുക്ക് ആദ്യം സിനാരിയോ 1 നോക്കാം. ഇതിനകത്ത് a patient reports with back pain and you provided documents that patient has pain in the lumbar spine. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ലംബാർ സ്പൈനിലാണ് പെയിൻ ഉള്ളതെന്ന് പറയുന്നുണ്ട്, ബാക്ക് പെയിൻ ആണെന്ന് പറയുന്നുണ്ട്. Would you use 54.5 low back pain or 54.9 dorsaalgia unspecified, which lists back pain not otherwise specified as a synonym? ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഏത് കോഡാണ് യൂസ് ചെയ്യുന്നത്? ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ബാക്ക് പെയിൻ പറഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് M54.9 യൂസ് ചെയ്യാം. ഇനി സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ M54 ലോവർ ബാക്കിന് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ M54.5 യൂസ് ചെയ്യാം. നമ്മളിവിടെ ഏത് കോഡാണ് യൂസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് തന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം യൂഷ്വലി നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, ഇനി ഡോർസാൽജിയ എന്ന് പറയുന്നത്, അപ്പം നമുക്ക് ഇവിടെ ആദ്യം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം വേർഡ്സിൻ്റെ ഡിഫറൻസസ്. ഓക്കെ, ഡോർസാൽജിയ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പർ ബാക്ക് പെയിൻ. ഓക്കെ, ഇവിടെ പറയുന്നത് ലംബാർ സ്പൈനിലാണ് മെമ്പറിന് പെയിൻ
ഉള്ളതെന്നാണ് പറയുന്നത്. ലംബാർ സ്പൈനി വരുമ്പം ഒബ്വിയസ്ലി മെമ്പറിന് ലോ ബാക്ക് പെയിൻ ആണുള്ളത്. ഓക്കെ, ഡോർസാൽജി എന്ന് പറയുമ്പോൾ അപ്പർ ബാക്ക് പെയിൻ ആണ് വരുന്നത്. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യുന്നത്? 54.9 വി കനോട്ട് യൂസ് ബിക്കോസ് ഇറ്റ്സ് എൻ അപ്പർ ബാക്ക് പെയിൻ. ഓക്കെ, അത് അൺസ്പെസിഫൈ ചെയ്തിട്ട് ഇപ്പോൾ ബാക്ക് പെയിനെ എവിടെ ഉള്ള പെയിൻ ആണെന്ന് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോർസാൽജി അൺസ്പെസിഫൈഡ് യൂസ് ചെയ്യാം, M54.9 യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മുടെ പ്രൊവൈഡർ മെൻഷൻ ചെയ്തിട്ടുണ്ട് member is having pain in the lumbar spine. That means member is having lower back pain. Okay, so അതുകൊണ്ട് തന്നെ we will be using M54 in this particular encounter, 54.5 in this particular encounter. Okay, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവിടെ വളരെ കീനായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഇതുകൊണ്ടാണ് നമ്മൾ കോഡിങ് ചെയ്യുമ്പോൾ ഓരോ വേർഡ്സും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ലോ ബാക്ക് പെയിൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ പെട്ടെന്ന് ലംബാർ സ്പൈനിലുള്ള പെയിൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഏത് ബാക്ക് പെയിൻ ആണെന്നൊന്നും പറയാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഡോർസാൽജി അൺസ്പെസിഫൈഡ് ഇടാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. അപ്പം അങ്ങനെയല്ല, നമ്മൾ ആ റീജിയൻ നോക്കുക. ലംബാർ സ്പൈനാണ്. ലംബാർ സ്പൈൻ എന്ന് പറയുമ്പോഴത്തേനും ലോവർ ഏരിയയിലാണ് വരുന്നത്. സോ ലോ ബാക്ക് പെയിൻ ആണ് മെമ്പറിനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ M54.9 എക്സ്ക്ലൂഡ് ചെയ്യുന്നു. വി വിൽ ബി യൂസിങ് M54.5. ഓക്കെ, ഇനിയും സെക്കൻഡ് സിനാരിയോ. ഓക്കെ, ഇനിയും സിനാരിയോ നമ്പർ 2 പറയുന്നത് എ പേഷ്യൻറ്റ് റിപ്പോർട്ട്സ് വിത്ത് പെയിൻ ഇൻ ദ ലോവർ ബാക്ക്. ഇവിടെയും ലോവർ ബാക്കിലാണ് പെയിൻ ഉള്ളത്. യുവർ പ്രൊവൈഡർ നോട്ട്സ് ദാറ്റ് പെയിൻ ബിഗാൻ വെൻ ദ പേഷ്യൻറ്റ് ട്രൈഡ് ടു ലിഫ്റ്റ് എ ഹെവി വെയ്റ്റ് വൈൽ അറ്റ് വർക്ക്. ഓക്കെ, so would you use S39.012 strain of muscle fascia and tension of lower back instead of M54.5? അപ്പോൾ നമ്മളിവിടെ മെമ്പർ ഒരു വെയ്റ്റ് ലിഫ്റ്റ് ചെയ്തതുകൊണ്ട് ആ സമയത്ത് ഉണ്ടായേക്കുന്ന ഒരു ഇഷ്യൂ കാരണമാണ് ഇവിടെ ലോ ബാക്ക് പെയിൻ ഉണ്ടായിരിക്കുന്നത്. സോ ആ സ്ട്രെയിൻ്റെ കോഡ് നമ്മൾ യൂസ് ചെയ്യുമോ അതോ M54.5 നമ്മൾ യൂസ് ചെയ്യുമോ? ഓക്കെ, ഇവിടെ പല ഇതിൽ ആൻസർ ഡിഫറെൻ്റ് ആയിട്ട് വരാം. ഓക്കെ, ദ ആൻസർ ഹിയർ ക്യാൻ ബി ഫൗണ്ട് ഇൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വേർഡ്സ് പെയിൻ ആൻഡ് സ്ട്രെയിൻ. വിച്ച് സ്ട്രെയിൻ എന്ന് പറയുമ്പോഴത്തേനും സ്ട്രെച്ചിങ് ഓർ ടിയറിങ് ഓഫ് ദി മസിൽസ് ഓർ ടെൻഡൻ കോസ്ഡ് ബൈ ട്രോമാറ്റിക് ഇഞ്ചുറി സച്ച് എസ് ഫോളിങ്, ലിഫ്റ്റിംഗ് ഓർ ട്വിസ്റ്റിംഗ്. ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിഷ്യൻ ഡയഗ്നോസ് ചെയ്തപ്പം ലോവർ ബാക്ക് സ്ട്രെയിൻ എന്നാണ് എഴുതിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ദെൻ വി വിൽ ഗോ ഫോർ S39.012. ഓക്കെ, അതേസമയം ലോ ബാക്ക് പെയിൻ എന്നാണ് എഴുതിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ലിഫ്റ്റ് ചെയ്തു, പക്ഷേ അത് കാരണം നമുക്ക് ലോവർ ബാക്ക് പെയിൻ ആണ് മാത്രമേ പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗോ ഫോർ M54.5. ഓക്കെ, ഒരു വെയ്റ്റ് ലിഫ്റ്റ് ചെയ്തത് കൊണ്ട് നമുക്ക് S39.012 എഴുതണമെന്നില്ല. S39.0 എഴുതണമെന്നുണ്ടെങ്കിൽ ആ വെയ്റ്റ് ലിഫ്റ്റ് ചെയ്തതുകൊണ്ട് മെമ്പറിന് സ്ട്രെയിൻ വന്നാൽ നമ്മൾ S39.012 എഴുതും. ഇല്ലെന്നുണ്ടെങ്കിൽ M54.5 എഴുതും. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡോക്ടറിനോട് എൻകൗണ്ടർ ചെയ്യാം ഒന്നുകൂടെ, ഇത് സ്ട്രെയിൻ ആണോ അതോ നോർമലി പെയിൻ മാത്രമേ ഉള്ളൂ എന്ന്. ഓക്കെ, a patient reports with pain in the lower back. ഇവിടെ പെയിൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇല്ലേ. യുവർ പ്രൊവൈഡർ നോട്ട്സ് ദാറ്റ് ദ പെയിൻ ബിഗാൻ വെൻ ദ പേഷ്യൻറ്റ് ട്രൈഡ് ടു ലിഫ്റ്റ് എ ഹെവി വെയ്റ്റ് വൈൽ അറ്റ് വർക്ക്. അപ്പോൾ ഇവിടെ സ്ട്രെയിൻ ഉണ്ടായതായിട്ട് സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് M54.5 തന്നെ യൂസ് ചെയ്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ എ പേഷ്യൻറ്റ് റിപ്പോർട്ട്സ് വിത്ത് പെയിൻ ഇൻ ദ ലോവർ ബാക്ക്. ഈ പേഷ്യൻറ്റിന് പെയിൻ ഉണ്ടായേക്കുന്നത് began when the patient tried to lift and a heavy weight while at work which caused strain of the muscles. Okay, അങ്ങനെ പറയുവാണെന്നുണ്ടെങ്കിൽ we will be using S39.012. നോർമലി ലോ ബാക്ക് പെയിൻ എന്ന് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് we are going to use M54.5. Okay, in scenario number 3, your provider documents that a patient has chronic lower back pain due to surgery or trauma. ഇവിടെയും ലോവർ ബാക്ക് പെയിൻ തന്നെയാണ്, പക്ഷേ റീസൺ പറയുന്നത് സർജറി ഓർ ട്രോമ. മുന്നേ പറഞ്ഞത് വെയ്റ്റ് ലിഫ്റ്റ് ആയിരുന്നു, പക്ഷേ അവിടെ ഒരു സ്പെസിഫിക്കലി സ്ട്രെയിൻ ഒന്നും ഉണ്ടായതായിട്ട് പറയുന്നില്ല. പക്ഷേ ഇവിടെ പറയുന്നുണ്ട് ലോ ബാക്ക് പെയിൻ ആണ്, പക്ഷേ ഇറ്റ് ഇസ് ക്രോണിക്.
നമ്മൾ M54.5 ഫാമിലിയിലെ എല്ലാം അക്യൂട്ട് പെയിൻസ് ആണ്. ഇവിടെ ക്രോണിക് ലോ ബാക്ക് പെയിൻ ആണ് മെമ്പറിനുള്ളത്. അതുപോലെ തന്നെ റീസൺ എന്ന് പറയുന്നത് ഇറ്റ്സ് ഡ്യൂ ടു സർജറി ഓർ ട്രോമ. ഓക്കെ, ഇനി ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേനും എഗെയിൻ നമ്മൾ കെയർഫുൾ ആയിക്കേണ്ട കുറേ ടേംസ് ഉണ്ട്. ഇവിടെ ദിസ് ഇസ് ക്രോണിക് ലോവർ ബാക്ക് പെയിൻ. ഓക്കെ, ഇവിടെ ക്രോണിക് ആണ് പെയിൻ വരുന്നത്. പിന്നെ റീസൺ എന്ന് പറയുന്നത് സർജറി ഓർ ട്രോമ. ഓക്കെ, ഇനിയും ഇവിടെ കണ്ടോ, നമുക്ക് ഇവിടെ M54 എന്ന് പറയുന്നത് അക്യൂട്ട് കോഡായിരുന്നു. അതിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ്ലി M54 പോകത്തില്ല. വിൽ ബി ഗോയിങ് ടു G89.2. G89.2 എന്ന് പറയുന്നത് ക്രോണിക് പെയിനിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന കോഡാണ് G89.2. ഇപ്പം ക്രോണിക് പെയിനിന് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ വി ആർ ഗോയിങ് ടു കോഡ് G89.2, ദാറ്റ് ഇസ് ക്രോണിക് പെയിൻ നോട്ട് എൽസ്വെയർ ക്ലാസിഫൈഡ്. ഓക്കെ, അതേസമയം സ്പെസിഫിക്കലി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴോട്ടുള്ള അതിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കോഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ക്രോണിക് പെയിൻ ഡ്യൂ ടു ട്രോമ ഫോർ ക്രോണിക് ബാക്ക് പെയിൻ, ക്രോണിക് പെയിൻ ഡ്യൂ ടു ട്രോമ G89.21, അതായത് എന്തെങ്കിലും ട്രോമ കാരണം ഉള്ള പെയിൻ ആണ്, ക്രോണിക് പെയിൻ ആണെന്നുണ്ടെങ്കിൽ G89.21 യൂസ് ചെയ്യാം. അതർ ക്രോണിക് പോസ്റ്റ് പ്രൊസീജറൽ പെയിൻ, ഓക്കെ, പോസ്റ്റ് പ്രൊസീജറൽ പെയിൻ ആണെന്നുണ്ടെങ്കിൽ വി ആർ ഗോയിങ് ടു യൂസ് G89.28, അതായത് ക്രോണിക് ബാക്ക് പെയിൻ ഡ്യൂ ടു സർജറി, അതാണെങ്കിൽ G89.28 യൂസ് ചെയ്യാം. ക്രോണിക് പോസ്റ്റ് തൊറാക്കോട്ടമി പെയിൻ അതാണെന്നുണ്ടെങ്കിൽ G89.22 യൂസ് ചെയ്യാം. ഇനി നമുക്കിവിടെ സിറ്റുവേഷനിൽ കൊടുത്തിരിക്കുന്നത് ക്രോണിക് ലോവർ ബാക്ക് പെയിൻ ഡ്യൂ ടു സർജറി ഓർ ട്രോമ. സോ നമുക്ക് ഈ G89.21 അല്ലെങ്കിൽ 89.28 യൂസ് ചെയ്യാം. ഓക്കെ, വി ആർ നോട്ട് ഗോയിങ് ടു യൂസ് M54. വി വിൽ ബി യൂസിങ് G89.21 അല്ലെങ്കിൽ G89.28. ഈ രണ്ട് കോഡ്സാണ് നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. സോ നമ്മൾ അഗെയിൻ ഹിസ്റ്ററി നോക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും ഇത് സ്പെസിഫിക് സർജറി ഓർ ട്രോമ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കേസ് ഷീറ്റിനകത്ത് സ്പെസിഫിക്കലി നോക്കുക ഏത് ടൈപ്പ് ഓഫ് ക്രോണിക് ബാക്ക് പെയിൻ ആണ് വന്നിരിക്കുന്നത്, ഇത് ഡ്യൂ ടു ട്രോമയാണോ അതോ സർജറി ആണോ, എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് കോഡ്സ് അസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ബാക്ക് പെയിൻ്റെ ഡയഗ്നോസിസ് എങ്ങനെയാണ് നമ്മൾ അസൈൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ അത് നമ്മൾ യൂസ് ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് അറിയിക്കാം. എന്നോട് കുറേ ആൾക്കാർ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിൻ്റെ കോഡിംഗ് ഗൈഡ് ലൈൻസ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ഉടനെ തന്നെ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടോപ്പിക്സ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണ് കോഡിങ് നമ്മളത് ആ ഒരു കോഡ്സ് ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാനിവിടെ ചെറിയ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു വലിയ ചാപ്റ്ററായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് പാടായിരിക്കും നിങ്ങൾക്ക് എല്ലാം കൂടെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ ഓരോ ചെറിയ ചെറിയ ഇപ്പം ടോപ്പിക്സ് ആയിട്ട് ഓരോ ചെറിയ ഡയഗ്നോസിസിൻ്റെ സിനാരിയോസ് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മെഡിക്കൽ കോഡിംഗ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിനോ ഒക്കെ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. സോ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതിന് വരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. കീപ് സപ്പോർട്ടിങ്. ബൈ.